ശ്രീ ജഗദംബികായേ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സജ്ജനങ്ങളെ, നമ്മൾ ഇന്നത്തെ അകവൂർച്ചാത്തന്റെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒരു ദിവസം ഒരു 12 പേരുടെ കഥ പറയണല്ലോ. അങ്ങനെ അകവൂർച്ചാത്തന് ഇതുപോലെ തന്നെ ഒരു ദിവ്യനായിരുന്നു അത്രേ. അദ്ദേഹം അകവൂർ നമ്പൂതിരിപ്പാടിലെ ഭൃത്യനായി ആ മനയ്ക്കലാണ് താമസിച്ചിരുന്നത്. അന്നത്തെ അച്ഛൻ നമ്പൂതിരിപ്പാടിലെ അനർഹയായ ഒരു സ്ത്രീയിൽ മനസ്സു പ്രവർത്തിക്കയാൽ പാപ പരിഹാരാർത്ഥം ഗംഗാസ്നാനം ചെയ്യണമെന്ന് തീർച്ചയാക്കി. വേണ്ടാത്തൊരു സ്ത്രീയില് അദ്ദേഹത്തിന്റെ മനസ്സ് ചെന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് ആ പാപത്തിന്റെ പരിഹാരമായിട്ട് അദ്ദേഹം ഗംഗാസ്നാനം ചെയ്യണമെന്ന് തീർച്ചയാക്കി. നമ്പൂതിരിപ്പാട്ടിന്ന് പോയ സമയത്ത് ഭൃത്യനായ ചാത്തനെയും കൊണ്ടുപോയി അകവൂർ ചാത്തൻ. ചാത്തൻ ഒരു പുണ്യ തീർത്ഥങ്ങളിലെല്ലാം ചാത്തൻ ഒരു ചുരക്ക എടുത്ത് കൈമ പിടിച്ചിരുന്നു അദ്ദേഹം. ഒരു ചുരക്ക എന്നാൽ ഈ കള്ള് എറിഞ്ഞ അതിനെയാണ് ചുരക്ക എന്ന് പറയാ. അതെടുത്ത് അദ്ദേഹം കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്പൂതിരിപ്പാട്ടിന്ന് സ്നാനം കഴിച്ച പുണ്യതീർത്ഥങ്ങളിലെല്ലാം ചാത്തൻ ഈ ചുരക്കയും മുക്കി. ചാത്തനെങ്ങും സ്നാനം കഴിച്ചതുമില്ല, കുളിച്ചതേയില്ല. ഇതിങ്ങനെ മുക്കല് മാത്രം. നമ്പൂതിരിപ്പാട്ടൻ തിരികെ സ്വഭവനത്തിലെത്തി കാലഭൈരവ പ്രീതിയും മറ്റും കേമമായി കഴിച്ചു അദ്ദേഹം. നമ്പൂതിരിപ്പാട് പാപമോചനം വന്നു എന്ന് വിചാരിച്ചിരിപ്പുമായി സമാധാനത്തിലിരുന്നു അദ്ദേഹം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ചാത്തനെ ചുരക്ക എടുത്ത് കരിക്ക് നുറുക്കി കൊടുത്തു. അപ്പൊ അതൊരു കയ്പുള്ള ചുരക്കയായിരുന്നതിനാൽ കൂട്ടാൻ കയ്പ് കൊണ്ട് കൂട്ടാൻ പാടില്ലായിരുന്നു. എന്റെ വയറ് ചിരണ്ടി കളഞ്ഞിട്ടുണ്ടാവില്ല. കൂട്ടാൻ കഴിച്ചതിന് നമ്പൂതിരിപ്പാടിന് അന്തർജനത്തിന് ദേഷ്യപ്പെട്ടു. ചാത്തൻ നുറുക്കി തന്നതാണ് ഞാൻ വെച്ചത്, കഷ്ണം എന്താണെന്ന് അറിഞ്ഞില്ല എന്നൊക്കെ ഈ സ്ത്രീ ഈലത്തമ്മ പറഞ്ഞു. ആ കഷണത്തിന്റെ കയ്പായിരിക്കണം, അല്ലാതെ ഒന്നുമല്ല എന്ന് അന്തർജനം പറയുകയും ചെയ്തു. നമ്പൂതിരിപ്പാട് നൂണ് കഴിച്ച് പുറത്തു വന്ന ഉടനെ ചാത്തനെ വിളിച്ചു. എന്തെന്നാണ് ഇന്ന് നീ കൂട്ടാന് മുറുക്കി കൊടുത്തതോ എന്ന് ചോദിച്ചു. അത് കഴിക്കുന്നതിന്റെ കാരണം എന്തെന്നും ചോദിച്ചു. അപ്പോൾ ചാത്തൻ പറഞ്ഞു, കൂട്ടാന്റെ കഷ്ണം കഴിക്കുന്നുണ്ടെങ്കിൽ തിരുമനസ്സിലെ പാപവും തീർന്നിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. തിരുമേനി സ്നാനം കഴിച്ച പുണ്യതീർത്ഥങ്ങളിലെല്ലാം അടിയൻ ആ കയ്പൻ ചുരക്കായും മുക്കിയല്ലോ. ആ ചുരക്കയാണ് ഇന്ന് കൂട്ടാന് ഞാൻ നുറുക്കിക്കൊടുത്തത് അടിയൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ ചാത്തൻ തന്നെ പരിഹസിക്കാനായിട്ടാണ് ചുരക്ക മുക്കിക്കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കിയാൽ നമ്പൂതിരിയുടെ ദേഷ്യം ഒട്ടും പോയിട്ടില്ല എന്ന് തന്നെയല്ല, വളരെ ലജ്ജയും ഉണ്ടായി അദ്ദേഹത്തിന്. തന്റെ പാപം തീർന്നിട്ടില്ലെന്ന് പറയാൻ മാത്രം ബില്ലാളായോ എന്നുള്ളതാണ്. ഇനി എന്റെ പാപം തീരാൻ എന്ത് വേണമെന്ന് നീ തന്നെ പറഞ്ഞു തരണം എന്ന് നമ്പൂതിരിപ്പാടെന്ന് പറഞ്ഞു ഈ ചാത്തനോട്. അപ്പൊ ചാത്തൻ പറഞ്ഞു, തിരുമേനി, യാതൊരു സാധനത്തെ ആഗ്രഹിച്ചോ അതിന്റെ പ്രതിമ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിച്ച് അത് തീയിലിട്ട് നല്ലപോലെ പഴുപ്പിച്ചെടുക്കണം. എന്നിട്ട് അനേകം ജനങ്ങൾ കൂടി നിൽക്കുമ്പോൾ ഇന്ന സംഗതിയുടെ പാപം തീരാനാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അതിനെ ആലിംഗനം ചെയ്യണം. ഇതാണ് പാപമോചനം, അല്ലാതെ ഈ പാപം ഒരിക്കലും തീരുന്നതല്ല എന്ന് പറഞ്ഞു. നമ്പൂതിരിപ്പാടിന് ഇത് കേട്ട സമയത്ത് നമ്പൂതിരിപ്പാട് അങ്ങനെ ചെയ്യാമെന്ന് തീർച്ചപ്പെടുത്തി. അയ്യോ, ഭവിഷ്യത്തൊന്നും ആലോചിച്ചില്ല അദ്ദേഹം. പിന്നെ ഇരുമ്പ് കൊണ്ട് ഒരാളോളം വലിപ്പത്തിൽ ഒരു സ്ത്രീ പ്രതിമ ഉണ്ടാക്കിച്ചു. ഈ പ്രതിവിധി ഇന്ന ദിവസം ചെയ്യുക എന്ന് നിശ്ചയിച്ചു. മലയാള രാജ്യം ഒട്ടൊക്കെ വലിയ പത്രത്തിൽ പരസ്യം കൊടുത്തു. സമയമായപ്പോഴേക്കും അസംഖ്യം ജനങ്ങൾ അവിടെ വന്നുകൂടി ഇദ്ദേഹത്തിന്റെ ഇത് കാണാൻ വേണ്ടിയിട്ട്. പാപമോചനം പ്രതിമയും പഴിപ്പിച്ചു വലിയ കുടിലുകൾ കൊണ്ടും മറ്റും പിടിച്ച് സഭയിൽ നാട്ടിവെച്ചു. നമ്പൂതിരിപ്പാടൻ തനിക്ക് പാപം സംഭവിക്കാനുള്ള കാരണം ഇതതിന്റെ പരിഹാരമാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. പാപം തന്നെയല്ല നമ്പൂതിരി, നോക്കിക്കോ. തീക്കട്ട പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിമയെ കെട്ടിപ്പിടിക്കാനായി ഓടി ചെന്നു. തൊട്ടില്ല എന്ന സമയത്ത് അടുത്ത് നിന്ന ചാത്തൻ നമ്പൂതിരിപ്പാടിനെ തടഞ്ഞു നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഇത്രയും മതി തിരുമനസ്സേ, അപ്പോൾ അവിടുത്തെ പാപം എല്ലാം തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനെ അവിടെ കൂടിയിരുന്ന സകല ജനങ്ങളും കണ്ഠേന സമ്മതിക്കുകയും ചെയ്തു. അതിനാൽ പാപമോചനത്തിന് പശ്ചാത്താപവും മനഃശുദ്ധിയുമാണ് വേണ്ടതെന്നും അതിനാൽ അതുകൂടാതെ ഗംഗാസ്നാനം മുതലായവ ചെയ്തതുകൊണ്ട് യാതൊരു കാര്യമില്ല, അങ്ങനെയല്ല, ഗംഗാസ്നാനം ചെയ്തതുകൊണ്ട് കാര്യമില്ല എന്നല്ല, അതുകൊണ്ട് മതിയാവൂല, സ്പഷ്ടമാകുന്നുവല്ലോ. നമ്പൂതിരിപ്പാടിന് പതിവായി 7.5 നാഴിക വെളുപ്പാനുള്ളപ്പോൾ കുളിച്ചുച്ചയാകുന്നതുവരെ ദേവാരം കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ.
അതിനെന്താണ് അതിന്റെ ഉദ്ദേശം ഒന്ന് അറിയണമെന്ന് വിചാരിച്ചിട്ട് ചാത്തൻ ഞാൻ ചോദിച്ചു. അപ്പം ഞാൻ പരബ്രഹ്മത്തെ സേവിക്കുകയാണെന്ന് നമ്പൂതിരിപ്പാട് പറയുകയും ചെയ്തു. അപ്പോൾ പരബ്രഹ്മം എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു. ദേഷ്യം വന്നു കേട്ടോ. അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, നമ്പൂതിരിപ്പാട് പരിഹാസമായിട്ട്, നമ്മുടെ മാടമ്പോത്തില്ലേ, ആ മാടമ്പോത്തിനെ പോലെ ഇരിക്കും പരബ്രഹ്മം എന്നും പറഞ്ഞു. പിന്നെ നമ്പൂതിരിപ്പാട് കുളിക്കുവാൻ ചാത്തനും പതിവായി കുളിച്ചു. അദ്ദേഹം കുളിക്കുമ്പോൾ ഇയാളും കുളിക്കും. പരബ്രഹ്മത്തെ സേവിച്ചു തുടങ്ങി. അങ്ങനെ 40 ദിവസം കഴിഞ്ഞപ്പോൾ ചാത്തന്റെ ധ്യാനപ്രകാരം മാടൻപോത്തിന്റെ സ്വരൂപത്തിലെ പരബ്രഹ്മത അയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. പിന്നെ സദാ പരബ്രഹ്മൻ ചാത്തന്റെ കൂടെ നടക്കുകയും അരിപ്പോത്തിന്റെ രൂപത്തില് അയാൾ ചെയ്യുന്ന വേലകൾ ചെയ്യുകയും തുടങ്ങി. നമ്പൂതിരിപ്പാടിന് ഈ വിവരം ഒന്നും അറിഞ്ഞൂടാ. അദ്ദേഹത്തിന് ഈ മാടമ്പോത്ത് അപ്രത്യക്ഷമായിട്ടാണല്ലോ ഉള്ളത്. ഇയാൾക്ക് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. നിഷ്കളങ്കതയുടെ ഒരു പര്യായാണ് ഇദ്ദേഹം, ഈ മാടം അല്ലാരാ ഈ ചാത്തൻ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്പൂതിരിപ്പാട് തെക്കേ ദിക്കിൽ ഒരു യാത്രയുണ്ടായി. ഭാണ്ഡമെടുക്കുന്നതിന് ചാത്തനെയും കൊണ്ടുപോയി. ചാത്തൻ ഭാണ്ഡം മാടൻ പോത്തിന് പുറത്ത് കെട്ടിയിട്ടു ചുമപ്പിച്ചുകൊണ്ട് നമ്പൂതിരിയുടെ കൂടെ പോയി. കൊച്ചിറപ്പടനിലം എന്ന പ്രസിദ്ധമായ ഒരു സ്ഥലമുണ്ടല്ലോ. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു വിസ്താരം കുറഞ്ഞ വാതുക്കലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. നമ്പൂതിരിപ്പാട് മുൻപേ കടന്നു, പിന്നാലെ ചാത്തനും കടന്നു. മാടമ്പോത്തിന്റെ കൊമ്പുകൾ അവിടെ തടഞ്ഞതിനാൽ അതിന് കടക്കാൻ പാടില്ലാതായി അവിടെ തന്നെ നിന്നു. അപ്പോൾ ചാത്തൻ തിരിഞ്ഞെന്ന് ചരിച്ചു കടത്തു എന്ന് പറഞ്ഞു. നമ്പൂതിരിപ്പാടിന് ഇത് മനസ്സിലായതുമില്ല. തിരിഞ്ഞു നോക്കുമ്പോ മാടൻ പോത്തിന് അദ്ദേഹത്തിന് കാണാൻ പാടില്ല എന്നതിനാൽ, നീ ആരോടാണോ ഈ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോ നമ്മുടെ മാടൻ പോത്തിനോട് എന്ന് ചാത്തൻ മറുപടിയും പറഞ്ഞു. മാടൻ പോത്ത് എവിടെ, ഏതാന്ന് മാടൻ പോത്ത് എന്ന് ചോദിച്ചു. ചാത്തൻ പറഞ്ഞു, ഇതാ നിൽക്കുന്നു, അവിടുന്ന് കാണുന്നില്ലേ, തിരുമനസ്സിലെ കൽപ്പന പ്രകാരം അടിയൻ സേവിച്ച് പ്രത്യക്ഷമാക്കിയ മാടൻ പോത്താണ് ഇത്. അപ്പൊ ഇത് കേട്ടിട്ട് നമ്പൂതിരിപ്പാടിന് ചാത്തനെ തൊട്ടും കൊണ്ട് നോക്കിയപ്പോൾ മാടമ്പോത്തിന്റെ ആകൃതിയിൽ പ്രത്യക്ഷമായിരിക്കുന്ന പരബ്രഹ്മത്തെ തന്നെ കണ്ടു. അപ്പൊ നമ്പൂതിരിപ്പാട്, എന്നേക്കാൾ ഭക്തി നിനക്ക് തന്നെയാണ് ചാത്ത, അതിനാൽ ഞാൻ നിന്നെയും വന്ദിക്കുന്നെന്ന് പറഞ്ഞു. ചാത്തനെ നമസ്കരിച്ചു. ഉടനെ മാടൻപോത്ത് അവിടെ തന്നെ ഭൂമിയിൽ താണുപോയി. അടിയന്റെ മാടൻപോത്തില്ലാതെ അടിയൻ വരികയില്ല എന്ന് പറഞ്ഞു ചാത്തനും അവിടെ ഇരിപ്പായി. അതാ അത്രമാത്രം ഇഷ്ടപ്പെട്ടിനി ഈ മാടൻപോത്തിനെ. എനിക്കിനി എന്താണ് ഗതി എന്ന് നമ്പൂതിരിപ്പാട് ചോദിച്ചു. അപ്പൊ ചാത്തൻ പറഞ്ഞു, മേൽപോട്ട് കയറാൻ നൂലുണ്ടല്ലോ, അത് പിടിച്ചു കയറിക്കൊള്ളണം എന്ന് പറഞ്ഞു. അതിന്റെ സാരം വേദം കൊണ്ട് മോക്ഷത്തെ പ്രാപിച്ചു കൊള്ളണം എന്നാണെന്ന് നമ്പൂതിരിപ്പാടിന് മനസ്സിലായി. അപ്പൊ ചാത്തനെ വിട്ട് വിഷാദത്തോടുകൂടി പോവുകയും ചെയ്തു. ചാത്തൻ പിന്നെയും കുറഞ്ഞൊരു കാലം പരബ്രഹ്മത്തെയും ധ്യാനിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. ഒടുക്കം ആണ്ടുതോറും പതിവുള്ള പടയിൽ ചേർന്ന് മരിച്ചു സായുജ്യം പ്രാപിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ കഥ. ആരുടെ കഥ? ഈ ചാത്തന്റെ, ഉഴവൂർ ചാത്തൻ. മേഴത്തോർ അഗ്നിഹോത്രി രചകൻ ഉളിയനൂർ തച്ചനും പിന്നെ വള്ളോൻ വായില്ലാ കുന്നിലപ്പൻ വടുതല മരുവും നായർ കാരയ്ക്കൽ മാതാ ചെമ്മേകെ എളുപ്പകൂറ്റൻ പെരിയ തിരുവരങ്ങത്തെഴും ബാണനാരും നേരെ നാരായണ ഭ്രാന്തനുടൻ അകവൂർ ചാത്തനും പാക്കന. ആ അകവൂർ ചാത്തന്റെ കഥയാണ് നമ്മൾ ഇന്ന് കേട്ടത്. ഇനിയിപ്പം പെരുന്തച്ഛന്റെ കഥയാണ് പറയാനുള്ളത്. ഒരുപാട് കഥ പറഞ്ഞിട്ട് ആളെ ബോറടിപ്പിക്കുന്നില്ല ഞാൻ. ആ പെരുന്തച്ഛന്റെ കഥ നമുക്ക് നാളെ വർണ്ണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.